നമസ്കാരം. എൻ്റെ ഇഷ്ടഗാനങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ചെറിയ പ്രായം തൊട്ട് ഒരുപാട് ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ പാടിക്കൊണ്ട് ഈ രംഗത്തേക്ക് വരാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സംഗീത സംവിധായകരുടെ കീഴിൽ, അതുപോലെ ഒരുപാട് പ്രഗത്ഭരായ ഗാനരചയിതാക്കളുടെ കീഴിൽ ഒരുപാട് പാട്ടുകൾ ഇതിനോടകം പാടിയിട്ടുണ്ട്. എടുത്തു പറയേണ്ട പേരുകൾ ശരിക്കും അന്തരിച്ചുപോയ എക്കാലത്തെയും എല്ലാവരുടെയും പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്റർ, അതുപോലെ ശ്യാം സർ, ജെറി അമൽദേവ് സർ, അങ്ങനെ ഒരുപാട് പേരുടെ പാട്ടുകൾ പാടാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് തന്നു. അതില് ചില ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ എന്റെ മാത്രമല്ല മറ്റുള്ള ഗായകരും പാടിയ ചില ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ പരിപാടി. സിനിമയില് പാടാൻ തുടങ്ങിയപ്പോഴും എനിക്ക് എന്താ പറയാ, ശരിക്കും ദൈവത്തിന്റെ ഒരു അനുഗ്രഹം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ജോർജേട്ടൻ സ്ഫൂരം, അതുപോലെ ചാർലി, ഈ 2 സിനിമകളിൽ ഞാൻ പാടിയ പാട്ടുകൾ ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ്. അതില് ജോർജേട്ടൻ സ്ഫൂരത്തില് ഒരു വല്ലാത്ത ഒരു സോങ് ആണ്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ഒരു പാട്ട് പാടിയിട്ടില്ല. ആൽബംസിന് വേണ്ടിയും പാടിയിട്ടില്ല, സിനിമയിലും പാടിയിട്ടില്ല. കാരണം അതൊരു ഫ്യൂണറൽ സോങ് ആണ്. മരണത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ കടമകളെല്ലാം നിറവേറ്റി നമ്മൾ ദൈവത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുകയാണ്. ആ രംഗത്തുള്ളൊരു പാട്ടാണ് ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് എന്ന പാട്ട്. ഹരിനാരായണൻ ചേട്ടനാണ് എഴുതിയത്, ഗോപിസുന്ദർ ചേട്ടനാണ് അതിന്റെ മ്യൂസിക്. അപ്പോൾ അത് മനസ്സിനെ വല്ലാതെ സ്പർശിച്ചൊരു ഗാനമാണ് സിനിമയിൽ ഞാൻ പാടിയത്. ആ ഗാനത്തിന്റെ ഒരു 2 വരി പാടാം. ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ, പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ഇങ്ങനെ പോകുന്നു ഈ പാട്ട്. അടുത്ത് പാടിയതിൽ വെച്ച് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ഗാനമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന്റെ സംഗീത സംവിധാനം ശ്രീ ശ്യാംജി ആറാട്ടുപുഴ. അദ്ദേഹം വളരെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. എൻ്റെ ഒരു മെന്റർ എന്ന് കൂടി പറയാം. ഞാൻ കൊച്ചായിരുന്നപ്പോൾ എറണാകുളത്തുള്ള സമയത്ത് ഒരുപാട് വർക്ക്സിൽ എന്നെ പാടിക്കുകയും ഒരുപാട് അഡ്വൈസസ് തരികയും ഇപ്പോഴും അങ്കിളിന്റെ ആ ഒരു ഉപദേശത്തിൽ തന്നെ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്കിൾ മ്യൂസിക് ചെയ്ത കണ്ണീര് മാത്രം ഉണ്ടുറങ്ങുമ്പോഴും എന്ന മനോഹരമായ പാട്ടാണ് ആദ്യമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നത്. ഇത് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ എനിക്ക് നേടിത്തന്ന പാട്ടാണ്. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി എഴുതി ശ്രീ ശ്യാംജി ആറാട്ടുപുഴ സംഗീത സംവിധാനം ചെയ്ത ഗാനം. ും
ചാർലി എന്ന സിനിമയിൽ പാടിയ പാട്ട് ശ്രീ റഫീഖ് അഹമ്മദ് എഴുതി ഗോപിസുന്ദർ ചേട്ടൻ ഈണമിട്ട് സ്നേഹം നീ നാഥ. നേരത്തെ പറഞ്ഞ പോലെ അതും ഒരു ക്രിസ്തീയ ഭക്തിഗാനമായിരുന്നു. ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ എനിക്ക് തന്നൊരു പാട്ടാണത്. വളരെ കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് സ്റ്റേജിലും ഞാൻ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സിന്റെ പരിപാടികൾക്ക് പങ്കെടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. ഞാൻ എപ്പോഴും പാടാറുള്ളൊരു പാട്ടാണ് ആ സമയത്തൊക്കെ. പാവനനാം ആട്ടിടയാ പാത കാട്ടുക നാഥ, പാവങ്ങൾ ഞങ്ങളാശ്വസിക്കട്ടെ ദേവാ നിൻ തിരുസന്നിധിയിൽ. അങ്ങനെ ജാനകിയമ്മയുടെ പാട്ടിനോട് കൊച്ചിലെ തൊട്ടൊരു വല്ലാത്ത ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ജാനകിയമ്മ പാടിയ ഈ പാട്ട്, അതുപോലെ തന്നെ താമരക്കുമ്പിളല്ലോ മമ ഹൃദയം എന്ന പാട്ട്, സെയിം സിനിമയാണ്, അന്വേഷിച്ചു കണ്ടെത്തിയില്ല. ആ പാട്ടൊക്കെ സ്റ്റേജിൽ പാടാറുണ്ട്. അതുപോലെ ചിത്ര ചേച്ചി പാടിയ പൈതലാം യേശുവേ, അതൊക്കെ പ്രോഗ്രാംസിൽ പാടാറുണ്ട്. ചാർലിയിലെ സ്നേഹം നീ നാഥ, അതിന്റെ 4 വരി കൂടി പാടാം. സ്നേഹം നീ നാഥ കാരുണ്യം നീയേ, പാപം പോക്കൂ നീ ദൈവസുതനേ, മോഹമരുഭൂവിൽ ജീവജലമായി നീ ദാഹാർത്തരിവരിൽ സദാ ചേരണേ. പൈതലാം യേശുവേ, ഉമ്മ വച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലലലാ 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 ലലാ ലലാ ആഹാ ആഹാ. ചിത്രചേച്ചി പാടിയ മനോഹരമായ ഈ പാട്ട്, അതുപോലെ എത്ര ഗാനങ്ങൾ ശരിക്കും ദാസാറും ചിത്രചേച്ചിയും പാടിയ ഒരു പാട്ടെങ്കിലും കേൾക്കാതെ മലയാളിക്ക് ഒരു ദിവസം ഉണ്ടാവില്ല. എനിക്കും ചേച്ചിയുടെ പാട്ടുകളൊക്കെ ഒരുപാട് സ്റ്റേജിൽ പാടാറുണ്ട്. അതുപോലെ ഒരു സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ചേച്ചിയെ വിളിച്ചു പറയുകയും അനുഗ്രഹം വാങ്ങിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്തായാലും നമുക്ക് ചിത്രചേച്ചിയെ കുറിച്ച് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചേച്ചി പാടിയ മനോഹരമായ ഒരു ഗാനം കേൾക്കാം.
കുട്ടിക്കാലം തൊട്ടേ ഈ ഫീൽഡിൽ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ രാജലക്ഷ്മി എന്ന ഒരു ഫ്രോക്കിട്ട പാട്ടുകാരി, അങ്ങനെയാണ് എൻ്റെ രൂപം എല്ലാവരുടെയും മനസ്സിൽ. അപ്പം അങ്ങനെ വളരെ ചെറിയ പ്രായം തൊട്ടേ ഈ ഫീൽഡിലേക്ക് വന്നെങ്കിലും സിനിമയിൽ വന്ന് എനിക്കൊരു ബ്രേക്ക് നേടിത്തന്നത് സംസ്ഥാന അവാർഡാണ്. അതിന് കാരണം ശ്രീ എൻ ജയചന്ദ്രൻ ചേട്ടനാണ്. ജയൻ ചേട്ടനെ പരിചയപ്പെട്ടതാണ് ജീവിതത്തിലൊരു വഴിത്തിരിവായത്. അപ്പൊ അദ്ദേഹം ആദ്യമായിട്ട് എന്നെ ഓർക്കുക വല്ലപ്പോഴും എന്ന സിനിമയിലൊരു പാട്ട് പാടിച്ചു. അതിനുശേഷം വീണ്ടും കഥാ സംവിധാനം കുഞ്ചാക്കോ എന്ന് പറഞ്ഞ സിനിമയിലൊരു പാട്ട് പാടിച്ചു. മൂന്നാമതാണ് ജനകൻ എന്ന സിനിമയിൽ ഒളിച്ചിരുന്നേ എന്ന ഗാനം എന്നെ കൊണ്ട് പാടിക്കുന്നത്. അപ്പോ പാടിയപ്പോ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു സംസ്ഥാന അവാർഡിലേക്കൊക്കെ ആ പാട്ട് എത്തിപ്പെടുമെന്ന്. കാരണം എപ്പോഴും ഞാൻ അവാർഡിനൊക്കെ പരിഗണിക്കാനുള്ള അത്രയും ഉണ്ടോ എന്നാണ് ഇപ്പോഴും ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ദൈവാനുഗ്രഹം കൊണ്ട്, ഗുരുക്കന്മാരുടെ അനുഗ്രഹമൊക്കെ കൊണ്ട് ജയൻ ചേട്ടനെ പരിചയപ്പെട്ടു. അങ്ങനെ ആ പാട്ട് പാടി അതിന് 2010 കേരള സംസ്ഥാന സർക്കാരിന്റെ മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് കിട്ടി. അപ്പോ സത്യം പറഞ്ഞാൽ ജീവിതത്തിലെ വലിയൊരു കടപ്പാടാണ് ജയൻ ചേട്ടനോടുള്ളത്. കാരണം കരിയർ എപ്പോഴും ഒരു ആർട്ടിസ്റ്റിന് കരിയറിൽ ഒരു ബ്രേക്ക് ഉണ്ടാവണം. എന്നാലേ ഇപ്പോ ഒരു പാട്ട് നമുക്ക് തരണം ആരെങ്കിലും. അപ്പൊ അതിൽ ശരിക്കും ജയൻ ചേട്ടനെ എടുത്തു പറയണം. കാരണം ആ ജനകൻ എന്ന സിനിമയിൽ ആകെ ഒരു പാട്ടേ ഉള്ളൂ. അപ്പൊ അതൊരു പുതിയ ന്യൂ കമറിനെ കൊണ്ട് പാടിക്കണമെങ്കിൽ അത് ശരിക്കും സംഗീത സംവിധായകൻ ഒരു ചലഞ്ച് തന്നെയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു, എന്നെ കൊണ്ട് പാടിച്ചത്. അപ്പൊ ഒരു നല്ല പാട്ട് എനിക്ക് തന്നു, അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. സിനിമയിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്നത് ഫാസ്റ്റ് ഫാസ്റ്റ് എന്നൊരു സിനിമയാണ്. സിനിമയിലേക്ക് വരണത് ശരിക്കും ട്രാക്കുകൾ പാടിക്കൊണ്ടാണ്. ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ ചിത്ര ചേച്ചിക്കും സുജാ ചേച്ചിക്കും ഒക്കെ വേണ്ടിയിട്ട് ട്രാക്ക് പാടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിൽ ചില ചിത്രങ്ങൾ എന്റെ പാട്ട് അതിന്റെ ഓഡിയോയിൽ മാത്രം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചില ചിത്രങ്ങൾ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് റിലീസ് ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ റിലീസ് ചെയ്യാതെ പോയ ഒരു സിനിമയാണ് ഈ പാസ് പാസ് എന്നുള്ള സിനിമ. പക്ഷെ അതിൽ പാടിയ പാട്ടൊരു വളരെ നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള പാട്ടായിരുന്നു. അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല, എനിക്ക് തോന്നുന്നു റേഡിയോ കൂടെയൊക്കെ കേൾക്കാൻ സാധ്യതയുള്ളൂ. അത് ഞാൻ കൂടെ പാടിയിരിക്കുന്നത്, അല്ലെങ്കിൽ കെസ്റ്റർ എന്ന ഗായകന്റെ കൂടെയാണ് ഞാൻ ആ പാട്ട് പാടിയിരിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയാ, ഞാൻ കൊച്ചിലേ തൊട്ട് കാണാനും കേൾക്കാനും തുടങ്ങിയതാണ് അദ്ദേഹത്തെ. ഇപ്പോഴും ആ ശബ്ദത്തിന് ഒരു വ്യത്യാസമില്ല. ഞാൻ ശരിക്കും കർത്താവെന്ന് ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ആദ്യം കെസ്റ്ററേട്ടന്റെ ശബ്ദമാണ് ഓർമ്മ വരുന്നത്. ശരിക്കും ഒരു ദിവ്യമായ ഒരു വോയിസും ഒരു സിംഗിങ്ങും ഒരു അനുഗ്രഹവും ഉള്ള ഒരു പാട്ടുകാരനാണ് കെസ്റ്ററേട്ടൻ. അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ ഞാൻ കൊച്ചിലേ തൊട്ട് പാടുകയും വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. മാർക്കോസ് ചേട്ടനാണെങ്കിലും പിന്നെ ഒരുപാട് പേരുണ്ടല്ലോ, ദാസാറിന്റെ കൂടെ ഓഫ്കോഴ്സ് പാടിയിട്ടുണ്ട്, ശ്രീമാറേട്ടൻ, ജയേട്ടൻ, പി ജയചന്ദ്രൻ സാർ, അങ്ങനെ ഒരുപാട് പേര്. അപ്പൊ ഞാൻ ഈ യങ് ഒരു ജനറേഷനിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷയും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സിംഗറാണ് നിഷാദ്. നിഷാദേട്ടന്റെ കഴിവിനെ കുറിച്ചൊന്നും നമ്മൾ പറയേണ്ടതില്ല. പക്ഷെ അദ്ദേഹം ഇവിടെയൊന്നും എത്തിയ പോരാ, കുറേയും കൂടി മുകളിലേക്ക് വരേണ്ട ഒരു സിംഗറാണ് നിഷാദേട്ടൻ. നിഷാദേട്ടൻ ഒരു മനോഹരമായ പാട്ട്, നമ്മൾ നേരത്തെ സാംജി അങ്കിളിന്റെ ഞാൻ പാടിയ ഗാനം കണ്ടു, അതേ ആൽബത്തിൽ നിഷാദേട്ടൻ പാടിയൊരു മനോഹരമായ പാട്ടുണ്ട്. അപ്പോൾ സാംജി അങ്കിള് ഞാനുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്കിള് ഓരോ പാട്ട് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് കേൾപ്പിച്ചു തരാറുണ്ട്. രാജി ഈ പാട്ട് കേട്ടു നോക്കൂ. അപ്പൊ അങ്ങനെ എനിക്ക് ആ കേൾപ്പിച്ചതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പാട്ടിന് അപ്പൊ തന്നെ അങ്കിളിനോട് പറയുകയും ചെയ്തു, എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്കിളിനും ഇത് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. അപ്പോൾ നിഷാദേട്ടൻ പാടിയ ആ പാട്ട് നമുക്കൊന്ന് കാണാം. Oh
ഞാൻ എത്രയകന്നാലും നീ എന്നെ പിന്തുടർന്നെത്തുന്നതെന്തിനായി? ഞാൻ എത്രയകന്നാലും നീ എന്നെ പിന്തുടർന്നെത്തുന്നതെന്തിനായി? ഞാൻ മറന്നാലും ആരെല്ലാം വെടിഞ്ഞാലും ജീവനിൽ നിറയുന്നതെന്തിനായി? അവിവേകിയാമെന്നിൽ വാഴുന്നു നീ എന്നൊരറിവെന്നിലുണരാത്തതെന്തേ? എന്നൊരറിവെന്നിലുണരാത്തതെന്തേ? ഞാൻ എത്രയകന്നാലും നീ എന്നെ പിന്തുടർന്നെത്തുന്നതെന്തിനായി? പിറകിൽ നിന്നാർദ്രമാം നിൻ വിളി കേട്ടു പോകേണ്ട വഴികൾ നീ പറഞ്ഞു തന്നു. ഒരിക്കലും അണയാത്ത സ്നേഹദീപവുമായി മുന്നിലെത്താനോടി നീ അണഞ്ഞു. നീയില്ലയെങ്കിൽ കൂരിരുൾ മരുവിൽ തളരുമെന്നറിയാൻ ഞാനേറെ വൈകി. നീയില്ലയെങ്കിൽ കൂരിരുൾ മരുവിൽ തളരുമെന്നറിയാൻ ഞാനേറെ വൈകി. ഞാൻ എത്രയകന്നാലും നീ എന്നെ പിന്തുടർന്നെത്തുന്നതെന്തിനായി? നിനക്കായൻ മാംസവും രക്തവും ബലിയേകിയില്ലേ ഞാനെന്നു ചൊല്ലി. പരിഭവമെന്തിനായി കൂടെ ഞാനെപ്പോഴും പിരിയാതെ പാലിക്കാമെന്നു ചൊല്ലി. മുറിവേറ്റ കയ്യാലും കണ്ണീർ തുടച്ചു നീ വിരിമാറിലേക്കെന്നെ ചേർത്തണച്ചു. മുറിവേറ്റ കയ്യാലും കണ്ണീർ തുടച്ചു നീ വിരിമാറിലേക്കെന്നെ ചേർത്തണച്ചു. ഞാൻ എത്രയകന്നാലും നീ എന്നെ പിന്തുടർന്നെത്തുന്നതെന്തിനായി? ഞാൻ മറന്നാലും ആരെല്ലാം വെടിഞ്ഞാലും ജീവനിൽ നിറയുന്നതെന്തിനായി? അവിവേകിയാമെന്നിൽ വാഴുന്നു നീ എന്നൊരറിവെന്നിലുണരാത്തതെന്തേ? എന്നൊരറിവെന്നിലുണരാത്തതെന്തേ? ഈ ഭക്തിഗാനങ്ങള് അത് ശരിക്കും ഒരു അനുഗ്രഹമാണ് പാടാൻ നമുക്ക് അവസരം ലഭിക്കുന്നത്.
അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചിയിലെ കലാഭവനിലാണ് ഞാൻ പഠിച്ചത്. കൊച്ചിൻ കലാഭവനില് ആബേലച്ചന്റെ അനുഗ്രഹത്തോടെയാണ് തുടങ്ങിയത്. അപ്പൊ അന്ന് തൊട്ടേ ഉള്ളതാണ് ഈ ഭക്തിഗാനങ്ങൾ എന്റെ കൂടെ. ഒരുപക്ഷെ പറയുകയാണെങ്കിൽ ഹിന്ദു ഭക്തിഗാനങ്ങളെക്കാൾ ഞാൻ അധികം പാടിയത് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ആണ്. ഇപ്പോഴും കുറച്ച് പാട്ടുകൾ പാടിയിട്ടുണ്ട്, റിലീസിന് ഒരുങ്ങുന്നേ ഉള്ളൂ. ഇനിയും കുറച്ച് വർക്കുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ പാടാനായിട്ട്. അപ്പൊ ഇതെന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഭക്തിഗാനങ്ങൾ ഇങ്ങനെ ഉണ്ടാവണേ എന്നാണ് എന്റെ പ്രാർത്ഥന. എന്റെ വരാൻ പോകുന്ന എല്ലാ പാട്ടുകളും നിങ്ങൾ കേൾക്കണം, അനുഗ്രഹിക്കണം, പ്രോത്സാഹിപ്പിക്കണം. എന്റെ ഇഷ്ടഗാനങ്ങൾ തീരുന്നില്ല, കുറച്ച് പാട്ടുകളെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ബാക്കി ഗാനങ്ങൾ മറ്റൊരവസരത്തിൽ പങ്കുവയ്ക്കാം. ഇത്രയും നേരം ഈ പരിപാടി കണ്ടാസ്വദിച്ച എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. ഒടുവിലെ യാത്രയ്ക്കായി